നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിന്റെ ജലോത്സവ പെരുമയ്ക്ക് ആവേശം പകരുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഇന്ന് പുന്നമടക്കായലിൽ തുടക്കമാകും. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ ആകെ 71 വള്ളങ്ങളാണ് വിവിധ മത്സര ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. വള്ളങ്ങളുടെ താളത്തിനൊപ്പം ആയിരക്കണക്കിന് കാണികളുടെ ആവേശവും പുന്നമടയിൽ ഇന്ന് നിറയും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ജലമേള ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളായി പങ്കെടുക്കും. വള്ളംകളിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. ജില്ലയിലെ KSEB ഓഫീസുകൾക്ക് ഇന്ന് അവധിയായിരിക്കും. ക്യാഷ് കൗണ്ടറുകളും പ്രവർത്തിക്കില്ല. വള്ളംകളി കാണാൻ എത്തുന്നവരുടെ തിരക്ക് കണക്കിലെടുത്ത് രാവിലെ 9 മണി മുതൽ ആലപ്പുഴ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെടെ CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ 20 കോടിയുടെ ഹവാല ഇടപാടുകൾ കൂടി കണ്ടെത്തിയതോടെ ED അന്വേഷണം പുതിയ തലത്തിലേക്ക്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ P. നിഖിലിന്റെ ഫ്ളാറ്റിലെ റെയ്ഡിൽ മൊബൈൽ ഫോണും സിമ്മും പിടിച്ചെടുത്തിരുന്നു. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. CPM നേതാവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെന്ന പേരിൽ 2021 സോളസ് എന്ന പരസ്യ കമ്പനിക്ക് വീണ പണം കൈമാറിയിരുന്നു. ഇതേ രീതിയിൽ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി മറ്റ് സ്ഥാപനങ്ങൾക്കും പണം കൈമാറിയിട്ടുണ്ടോ എന്നും സാമ്പത്തിക സ്രോതസ്സുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. CMRLൽ നിന്ന് ലഭിച്ച പണത്തേക്കാൾ കൂടുതൽ തുകയുടെ ഇടപാടുകൾ ടി വീണ നടത്തി. വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അനധികൃതമായി ഹവാല മാർഗത്തിലൂടെ കടത്തിയെന്ന ഗുരുതര കണ്ടെത്തലിൽ വീണയ്ക്കെതിരെ വിദേശ നാണ്യ വിനിമയ ചട്ടം FEMA പ്രകാരം കേസെടുക്കാനുള്ള നടപടികൾ ED വേഗത്തിലാക്കി. പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വീണയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. വീണയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കാനാവില്ലെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് സൂചന. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ പോയാൽ അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പും ED നടത്തുന്നുണ്ട്. കരുവാറ്റയിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തി കവർച്ച ചെയ്ത കേസിൽ കുട്ടിക്കുറ്റവാളികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ അപേക്ഷയിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇന്നെടുക്കുന്ന തീരുമാനം നിർണായകമാകും. പ്രതികൾക്ക് 18 വയസ്സ് തികയാത്തതിനാൽ ബാലനീതി നിയമപ്രകാരമാണ് നടപടി ഉണ്ടാകേണ്ടതെങ്കിലും കുറ്റത്തിലെ ക്രൂരതയും ഗൗരവവും കണക്കിലെടുത്ത് ഇളവ് നൽകരുതെന്നാണ് പോലീസിന്റെ ആവശ്യം. ഈ റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗീകരിച്ചാൽ പ്രതികൾക്ക് കൂടുതൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. കോച്ച് ഫാക്ടറി നഷ്ടപ്പെട്ട പാലക്കാടിന് മറ്റൊരു തിരിച്ചടിയായി മംഗലാപുരവും നഷ്ടപ്പെടുന്നു. 2006 സേലം ഡിവിഷന്റെ രൂപവൽക്കരണത്തോടെ വെട്ടിമുറിക്കപ്പെട്ട പാലക്കാടിന് മംഗലാപുരവും നഷ്ടപ്പെടുമ്പോൾ ഡിവിഷന്റെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാണ്. കർണാടകത്തിലെ പഴയ മൈസൂർ പോലെ പേരിനൊരു ഡിവിഷൻ മാത്രമായി പാലക്കാട് മാറുമെന്ന ആശങ്ക റെയിൽവേ ജീവനക്കാരടക്കം പങ്കുവയ്ക്കുന്നു. മംഗളൂരു പോയാലും വെറും 18 കിലോമീറ്റർ റെയിൽപാത മാത്രമേ പാലക്കാട് ഡിവിഷന് നഷ്ടമാവുന്നുവെന്നുള്ള വാദം ഇതിനകം എത്തിയിട്ടുണ്ട്. നേരത്തെ സേലം ഡിവിഷനിൽ രൂപവൽകൃതമാകുമ്പോഴും ഒരു വിഭാഗം മുന്നോട്ട് വെച്ചത് സമാനമായ വാദമാണ്. ഗുണ്ടകളെ അടപടലം പൂട്ടാനുറച്ചു പോലീസ്. സംസ്ഥാനത്തെ ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കിയതിന് പിന്നാലെ അവരെ കർശനമായി നിരീക്ഷിക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രത്യേക ടീമിനെയും നിയോഗിച്ചു. ഗുണ്ടകളുടെ ഗ്രേഡ് അനുസരിച്ച് ക്രിമിനൽ രീതിയും സ്വഭാവവും നോക്കി തരംതിരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. കൊട്ടേഷൻ ഗുണ്ടകൾ, തെരുവ് ഗുണ്ടകൾ, റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയ ഗുണ്ടകൾ, ലഹരി മാഫിയ, സ്ഥിരം കുറ്റവാളികൾ എന്നിങ്ങനെയാണ് ഗുണ്ട പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസിന്റെ പട്ടികയിൽ ഉൾപ്പെട്ട ഗുണ്ടകൾ പുതിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഉടൻ നടപടിയുണ്ടാകും. ഗുണ്ടാ നിയമമോ കാപ്പയോ ചുമത്തി ജയിലിലടയ്ക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന വ്യാപകമായി ഗുണ്ടാവേട്ട ആരംഭിച്ചത്. അർജുൻ ആയങ്കി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയും പോലീസ് ഇൻസ്പെക്ടർക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭീഷണിയും അധിക്ഷേപവും നടത്തിയതോടെയാണ് ഗുണ്ടകൾക്കെതിരെയുള്ള ഓപ്പറേഷൻ ശക്തമാക്കിയത്. വ്യവസായത്തിന് നിയമപരമായി പുതിയ നിർവചനം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി പരാമർശിച്ച സാഹചര്യത്തിൽ ലേബർ കോഡുകളിൽ തുടർ നടപടി എന്ത് വേണമെന്ന് സംസ്ഥാന സർക്കാർ വൈകാതെ തീരുമാനിക്കേണ്ടി വരും. ഭരണമാറ്റത്തിന് ശേഷം UDF സർക്കാർ ലേബർ കോഡുകളിൽ തൊട്ടിട്ടില്ല. കോഴിക്കോട് പേരാമ്പ്ര എരവട്ടൂരിൽ ഗുഡ്സ് ഓട്ടോയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വള എടക്കോത്ത് മീത്തൽ രാഘവനാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെ പേരാമ്പ്ര ഗ്രാൻഡ് ഹൌസിൽ ജോലി ചെയ്യുന്ന മകൾ അനാമികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോഴായിരുന്നു അപകടം. മകൾ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇടിച്ച ശേഷം നിർത്താതെ പോയ വാഹനം പോലീസ് പിടികൂടി. ആറന്മുള വള്ളസദ്യ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. ദേവസ്വം ബോർഡ് ജീവനക്കാരെന്ന് വിശ്വസിപ്പിച്ചാണ് ഓൺലൈൻ വഴി പണം വാങ്ങിയത്. പല ജില്ലകളിൽ നിന്നായി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് തട്ടിപ്പെന്ന ആളുകൾ തിരിച്ചറിഞ്ഞത്. 5000 മുതൽ 10000 രൂപ വരെയാണ് പലരിൽ നിന്നായി തട്ടിയെടുത്തത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് 3 രീതിയിലാണ്
വള്ളസദ്യ ലഭ്യമാകുന്നത്. ഒന്ന്, വഴിപാട് ബുക്ക് ചെയ്ത ആളുകൾ വഴി സദ്യ കഴിക്കാം. KSRTCയുടെ ബജറ്റ് ടൂറിസം ആണ് മറ്റൊരു വഴി. അല്ലെങ്കിൽ പള്ളിയോടെ സേവാസംഘം നടത്തുന്ന സ്പെഷ്യൽ പാസ് വഴി സദ്യ ലഭ്യമാകും. സീസൺ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ സ്പെഷ്യൽ പാസ് പൂർണ്ണമായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് വള്ളസദ്യ നൽകാമെന്ന് വിശ്വസിപ്പിച്ചുള്ള തട്ടിപ്പ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. ഞായറാഴ്ച മുതൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഞായറാഴ്ച അതായത് 23-ാം തീയതി മുതൽ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഞായറാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്രാട ദിനമായ ചൊവ്വാഴ്ച 25-ാം തീയതി ഇടുക്കി, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവോണത്തിനും മാനം തെളിഞ്ഞേക്കില്ല. അന്നും മഴ തുടർന്നേക്കും. കേരള തീരത്ത് ഈ ദിവസങ്ങളിൽ കള്ളക്കടൽ മുന്നറിയിപ്പ് തുടരുകയാണ്. താമരശ്ശേരിയിലെ ഒരു പൊതുവിദ്യാലയത്തിൽ +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ ഓണാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 5 ജൂനിയർ വിദ്യാർത്ഥികൾക്ക് പരിക്ക്. +1 വിദ്യാർത്ഥികൾ ഡ്രസ് കോഡിലെത്തി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നത് +2 വിദ്യാർത്ഥികൾ വിലക്കിയതാണ് സംഘർഷത്തിന് വഴിയൊരുക്കിയത്. തുടർന്ന് ഒരു വിഭാഗം +2 വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ 5 പേരിൽ 3 +1 വിദ്യാർത്ഥികൾക്ക് കൈവള പോലെയുള്ള എന്തോ കൊണ്ട് പോറി മുഖത്താണ് മുറിവേറ്റത്. യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ പുഴയിൽ കണ്ടെത്തി. പുറത്തൂർ പടിഞ്ഞാറ്റേക്കര അമ്പലപ്പടി അണ്ടിപ്പാട്ടിൽ ഹുസൈന്റെ ഭാര്യ ഫൗസിയയുടെ മൃതദേഹമാണ് തിരൂർ പൊന്നാനി പുഴയിൽ പടിഞ്ഞാറ്റേക്കര ബോട്ട് ചുട്ടിക്ക് സമീപം കണ്ടെത്തിയത്. ഇവർക്ക് 37 വയസ്സായിരുന്നു. ഫൗസിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഹുസൈനെ കണ്ടെത്താനായിട്ടില്ല. വ്യാഴാഴ്ച പുലർച്ചെ ഫൗസിയെ ഹുസൈൻ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി. കടലിൽ വലയിട്ടപ്പോൾ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും അതെടുക്കാൻ കൂടെ വരണമെന്നും പറഞ്ഞാണ് മക്കളോടൊപ്പം ഉറങ്ങുകയായിരുന്ന ഫൗസിയെ വിളർച്ചുണർത്തി കൊണ്ടുപോയത്. ഹുസൈൻ മത്സ്യത്തൊഴിലാളിയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച തായ്മാമൻ തങ്കമോതിരം പദ്ധതിയിൽ സ്വർണ്ണമോതിരം വിതരണം ചെയ്യാനുള്ള കരാർ കേരളം ആസ്ഥാനമായുള്ള പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസിന്. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന 4,41,667 നവജാത ശിശുക്കൾക്ക് 1 ഗ്രാമിന്റെ വീതം സ്വർണ്ണമോതിരം സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി. സ്വർണ്ണവിലയ്ക്ക് പുറമെ വെറും 1 പൈസ മാത്രം സർവീസ് ചാർജ് കൂട്ടിയതാണ് ജോയ് ആലുക്കാസ് ഈ കരാർ സ്വന്തമാക്കിയത്. യമനും സൊമാലിയയ്ക്കും അടുത്ത് വെച്ച് സായുധധാരികളായ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ MT സിബു, MP ലുട്ടുഫ് എന്നീ കപ്പലുകളിലെ 22 ഇന്ത്യക്കാർ ഇതുവരെ സുരക്ഷിതരാണെന്ന് നെയ്റോബിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യൻ ജീവനക്കാരെക്കുറിച്ച് സൊമാലിയൻ അധികൃതരോട് ചർച്ച നടത്തിയതായി നെയ്റോബിയിലെ ഹൈക്കമ്മീഷൻ അറിയിച്ചു. ജമ്മു കിഷ്ത്വാർ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ പ്രധാനാധ്യാപകൻ പ്രായപൂർത്തിയാകാത്ത ആദിവാസി വിദ്യാർത്ഥിനിയെ മാസങ്ങളോളം പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് വിധേയയാക്കിയതിനെ തുടർന്ന് പെൺകുട്ടി മരിച്ചു. ഇതേ തുടർന്ന് ഗ്രാമത്തിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിനും പ്രസവത്തിനുമായി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയ പ്രധാന അധ്യാപകനെയും ഇയാളുടെ സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും കിഷ്ത്വാർ SP നരേഷ് സിംഗ് പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ ഐഫോണിലെ ചൊല്ലിയുണ്ടായ കുടുംബ തർക്കം ഒരു വലിയ ദുരന്തമായി മാറി. ആത്മഹത്യ ചെയ്യുന്നത് തടയാനുള്ള ശ്രമത്തിനിടെ 18കാരനും മാതാപിതാക്കളും കുന്നിൻ മുകളിൽ നിന്ന് വീണു മരിച്ചു. മരിച്ചവരെ കുനാൽ ചന്ദ് ഗുഡ്ഗെ 18 വയസ്സ്, അച്ഛൻ മുരളീധർ ചന്ദ് ഗുഡ്ഗെ 48 വയസ്സ്, അമ്മ സംഗീത ചന്ദ് ഗുഡ്ഗെ എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞു. കുടുംബം സാൽറ്റാഫാറ്റ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. ദക്ഷിണേന്ത്യൻ സിനിമയിലെ മുതിർന്ന നടി സൗകാർ ജാനകി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തേനാമ്പേട്ടിൽ പൊതുദർശനത്തിൽ വെച്ച ഭൗതിക ശരീരത്തിൽ സിനിമാ പ്രവർത്തകരുൾപ്പെടെയുള്ള പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം സിനിമകളിൽ വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്തു. 1964 പുറത്തിറങ്ങിയ സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലെത്തിയത്. സൂര്യമാനസത്തിൽ മമ്മൂട്ടിയുടെ പുട്ടുറുമീസ് എന്ന കഥാപാത്രത്തിന്റെ അമ്മയായും അഭിനയിച്ചിട്ടുണ്ട്. മ്യാൻമാറിലെ ബുദ്ധവിഹാരത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. 20-ലധികം പേർക്ക് പരിക്കേറ്റു. മ്യാൻമാർ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് മരണം സംഭവിച്ചത്. മ്യാൻമാറിലെ മധ്യ സഗൈങ് മേഖലകളിലാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഒരാഴ്ച നീണ്ടുനിന്ന ധ്യാന ക്യാമ്പിൽ പങ്കെടുത്തവരാണ് കൊല്ലപ്പെട്ടത്. 100-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. സായുധ ഗോത്ര സംഘങ്ങൾക്ക് നേരെ മ്യാൻമാർ സൈന്യം നടത്തുന്ന ആക്രമണ പരമ്പരകളുടെ ഭാഗമാണിത്. ലഷ്കർ-ഇ തൊയ്ബ എലീറ്റ് സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ പാകിസ്ഥാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ISI കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ വിവിധ രഹസ്യാന്വേഷണ
വിലയിരുത്തലുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. യാത്രകളിൽ പുതിയ നിയന്ത്രണങ്ങൾ വന്നതോടെ ഇപ്പോൾ വീഡിയോ കോളുകൾ വഴി കേഡർമാരുമായി പരിമിതമായ ആശയവിനിമയം നടത്താൻ മാത്രമാണ് സയ്യിദിന് അനുവാദമുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തുർക്കി ഔദ്യോഗികമായി അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ആക്ടിവിസ്റ്റ് കപ്പൽ വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ സൈനിക ഇടപെടലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് തുർക്കി നീതിന്യായ മന്ത്രി അക്കിൻ ഗുർലെക് വാറന്റ് പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര നിയമപാലകരെ വിവരം അറിയിക്കുന്നതിനായി ഔദ്യോഗികമായി ഒരു റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കാനും തുർക്കി ഇന്റർപോളിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.